എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. ഇതിപ്പം തേങ്ങാക്കൊത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയാണ്. ഈ ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പം നല്ല പോലെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഈ നെയ്യും ആവശ്യമുണ്ട്, ഇതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നല്ല പോലെ തുടച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 250 കപ്പിന് 1 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല ഫൈനായി പൊടിച്ചെടുക്കണം. ഇതിപ്പം നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും നല്ല പോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നേരത്തെ റവ പൊടിച്ചെടുത്തതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ രണ്ടും നല്ല ഫൈനായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചതും, ഇനി ഇതിലേക്ക് നേരത്തെ തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ റവയും പഞ്ചസാരയും ഇല്ലേ, അത് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് മൊത്തം ഇട്ട് കൊടുക്കാം. ഇതിപ്പം മൊത്തം ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പം നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിനെല്ലാം ഞാൻ നെയ്യ് തടവി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഈ ഗ്ലാസിൻ്റെ പകുതി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ പകുതി മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, ഫുള്ളായി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വറുത്തെടുത്ത ആ തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ആവി നല്ല പോലെ കയറി വരുന്ന സമയത്ത് ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഗ്ലാസ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം.
അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഗ്ലാസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേനും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഈ ഗ്ലാസ്സിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതാ റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.